ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന അധ്യായത്തിലെ 2 ഭാഗങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ഭാഗത്തിലെ ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾ ത്രികോണവും വൃത്തവും എന്ന ഭാഗത്തിൽ പേജ് നമ്പർ 114 ഒന്നാം ചോദ്യം നോക്കാം. ദ പിക്ചർ ബിലോ ഷോ 2 triangles and their circumcircle. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ. അത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ ആരം അഥവാ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒന്നാം ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു കോഡ് നീളം 2 സെന്റിമീറ്റർ ആണെന്നും ഒരു കോണ് 30 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. രണ്ടാം ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3 സെന്റിമീറ്ററും 135 ഡിഗ്രിയാണ്. ഈ 2 അളവുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാം ചിത്രത്തില് നമുക്ക് 2 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ എന്നറിയാം. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാല് ഒരു ഇക്വേഷൻ ഉണ്ട്, 2r സൈൻ. ഇവിടെ സൈൻ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി സമം ഇവിടെ തന്നിരിക്കുന്ന അളവ് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇനി സൈൻ 30 നമ്മൾ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 30 എത്രയാണ്? 1/2. ഈ വാല്യൂന്റെ ഇവിടെ കൊടുക്കുക. അപ്പൊ 2r ഇൻറ്റു 1/2 ഈക്വൽ ടു 2. ഇനി ഇവിടെ 2 ഇവിടെ 2, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കാൻ പറ്റും. 1 ഇൻറ്റു r ഈക്വൽ ടു 2 എന്ന് കിട്ടി. r എന്താണ്? റേഡിയസ്. റേഡിയസ് കിട്ടി 2 സെന്റിമീറ്റർ ആണെന്ന്. ഇനി ഇതുപോലെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതിലെങ്ങനെ എഴുതുക? തന്ന ആംഗിൾ 135, തന്ന അളവ് 3 സെന്റിമീറ്റർ. ഇക്വേഷൻ എഴുതുമ്പോൾ 2r സൈൻ. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 135. നമ്മൾ ടേബിളിൽ പഠിച്ചതില് 135 എന്ന സംഖ്യയുടെ വാല്യൂ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറു കോണായിട്ട് എന്തുണ്ടാവും? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഇത് രണ്ടും സപ്ലിമെന്ററി ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 135 കുറയ്ക്കുക. 10 5 പോയാ 5, ഇവിടെ 7, 7 3 പോയാല് 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 45 കിട്ടി. ആ ആംഗിൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. 2r സൈൻ 45 ഡിഗ്രി സമം 2 സെന്റിമീറ്റർ. 2. നമുക്ക് സൈൻ 45 കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കണം. അത് അവിടെ നിർത്തുക. സൈൻ 45. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ 2r ഉള്ള ടേമിനെ അവിടെ നിർത്തുക. ഈക്വൽ ടു ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഹരിക്കണം. സൈൻ 45 2r ഈക്വൽ ടു 2 സൈൻ 45ന്റെ വാല്യൂ 1/√2. 2r ഈക്വൽ ടു എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു √2/1. √2/1 2r ഈക്വൽ ടു 2 ഇൻറ്റു √2. ഇവിടെ തന്നിരിക്കുന്ന അളവ് എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ല, 3 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ 2 എത്രയൊക്കെ ആക്കുക? 3 ആക്കുക. 3 ഇവിടെയും 3 ആക്കി. ഇനി നമുക്ക് 3 ഇൻറ്റു √2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 6 ആണ് വേണ്ടത്. അപ്പൊ ഇൻറ്റു 2 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ബൈ. r ഈക്വൽ ടു 3 ഇൻറ്റു √2 3√2/2. നമുക്ക് രണ്ടാം ചിത്രത്തിന്റെ റേഡിയസ് കിട്ടി 3√2/2 സെന്റിമീറ്റർ. ഇതാണ് രണ്ടാം ചിത്രത്തിലെ റേഡിയസ്. രണ്ടാമത്തെ ചോദ്യം, a circle is to drawn passing through the end of a line 5 cm long and the angle is 1. The segment are made by the line should 18 degree. What should be the radius of the circle? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിലെ ആരം എത്രയാണ്? ആദ്യം 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 2 ലൈനിലൂടെയും
കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. 2 ലൈനോട് കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന്റെ വൃത്തഭാഗത്തിലെ ഒരു കോൺ എത്രയായിരിക്കണം? 80 ഡിഗ്രി. ഞാൻ ഇവിടെയാണ് 80 ഡിഗ്രി കൊടുത്തത്. നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 80 ആണെങ്കിൽ ഒരെണ്ണം ചെറുതും മറുചാപത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും? വലുതുമായിരിക്കും. അപ്പം ഞാൻ ഇവിടെ ചെറുത് കൊടുത്തപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതിനെക്കാട്ടിയും വലിയ ആംഗിൾ ആണ് ഇവിടെ വരിക. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ആംഗിളും അറിയാം, നമുക്ക് കോഡിന്റെ നീളവും അറിയാം, ഞാണിന്റെ നീളവും അറിയാമെങ്കിൽ എങ്ങനെ എഴുതുക? ഇക്വേഷൻ 2r സൈൻ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി കോഡ്, ഞാണിന്റെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പേജിൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണ്ട, പഠിക്കണ്ടാന്ന്. സൈൻ 80, സൈൻ 80ന്റെ വാല്യൂ 0.2r അതുപോലെ എഴുതുക. സൈൻ 80യുടെ വാല്യൂ 0.9848 ഈക്വൽ ടു 5. ഇനി ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 2r ഈക്വൽ ടു 5 ബൈ 0.9848 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എന്നാണ്. 2 ഇൻറ്റു ഈക്വലിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ബൈ. അപ്പോൾ നമുക്കൊന്നൊരു മാറ്റി എഴുതാം. r ഈക്വൽ ടു 5 ബൈ 0.9848 ഇൻറ്റു 2. ഇനി നമുക്കിത് ഗുണിക്കണം. ആ ഗുണിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ 2 വാല്യൂസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗുണിച്ചോക്കാം. 9848 ഇൻറ്റു 2. 2 ഇൻറ്റു 8 16, 16ന് 6, ബാക്കി 1, 2 4 8, 1 9, 8 2 16ന് 6, ബാക്കി 1, 9 2 18, 1 19. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റിയിടണം. ഈക്വൽ ടു 5 എഴുതുക ബൈ 19696. എത്ര സ്ഥാനം കഴിഞ്ഞ പോയിന്റ്? 4. 1 2 3 4. ബാക്കിൽ നിന്ന് എണ്ണ 1 2 3 4. സംഖ്യ എത്രയാണ് വരിക? 1.9696 ഇൻറ്റു 2 എന്ന് വരും. നമുക്ക് ഇവിടെ 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? കളയണം. കളയാൻ വേണ്ടിയിട്ട് 4 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ? അപ്പോൾ മേലെയും താഴെയും 10,000 വെച്ച് ഗുണിക്കുക. ഗുണിച്ചു കഴിഞ്ഞ ശേഷം ആദ്യം മുകളിലത്തെ ഭാഗം 5 ഇൻറ്റു 10,000 50,000 ബൈ നമ്മൾ പോയിന്റ് കളയാനാണ് ഈ 10,000 ഗുണിച്ചത്. നമ്മൾക്ക് എന്ത് ചെയ്ത് ഗുണിച്ചു കഴിഞ്ഞാൽ മുകളിൽ മാത്രം ഗുണിച്ച് എഴുതുക, താഴെ ആ പോയിന്റ് കളഞ്ഞിട്ടുള്ള സംഖ്യ എടുത്തെഴുതുക. ഇനി ഈ 2 നമ്പേഴ്സ് തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2.55 വാല്യൂസ് നീങ്ങി പോവും. 2 സ്ഥാനം വരെ എടുത്താൽ മതി. അപ്പോൾ 2.55 സെന്റിമീറ്റർ അതായിരിക്കും ഇതിലെ റേഡിയസ്. മൂന്നാമത്തെ ചോദ്യം, ദ പിക്ചർ ഷോസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ? വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചത്. ആരം എത്ര സെന്റിമീറ്റർ ആണ്? ഇതില് നമുക്ക് ആംഗിൾ അറിയാം 140 ഡിഗ്രി. ഒരു കോഡ്, അതായത് ഞാൻ ചേർത്ത് വരച്ചു കഴിഞ്ഞ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫുൾ സർക്കിൾ ആണ് കിട്ടുക. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ പേര് കൊടുക്കുകയാണ് ഇതിനെ AB. ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് 2r സൈൻ 140 ആംഗിൾ എത്രയാണ്? 140 സമം ലെങ്ത് ഓഫ് ദി കോഡ്, ഞാണിന്റെ നീളം സമം AB എന്ന് കൊടുത്ത്, അതായത് 8 സെന്റിമീറ്റർ. ഇനി സൈൻ 140 വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ടേബിൾ എന്ത് ചെയ്യാനില്ല? പഠിക്കാനില്ല. അപ്പോൾ ഞാൻ ഇവിടെ 8 സെന്റിമീറ്റർ എടുത്ത് ഈ കോഡിന്റെ നീളം 8 സെന്റിമീറ്റർ. കോഡിന്റെ നീളം 8 സെന്റിമീറ്റർ. അവിടെ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 140 ഡിഗ്രി. അപ്പൊ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ 180 140 മൈനസ് ചെയ്യുക. 180 140 പോയി കഴിഞ്ഞാൽ ബാക്കി 40 കിട്ടും. നമുക്ക് 90-നേക്കാട്ട് വലിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ 180 സപ്ലിമെന്ററി എടുത്ത് മൈനസ് ചെയ്യാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 140ന്റെ പകരം ഇനി എത്ര കൊടുക്കണം, 40 കൊടുക്കണം. നമുക്ക് എഴുതാം 2r sin 40 ഡിഗ്രി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി കോഡ് 8 സെന്റിമീറ്റർ. 2r ഈക്വൽ ടു ഇൻറ്റു സൈൻ 40 ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ സൈൻ 40, 8 ബൈ സൈൻ 40. 2r ഈക്വൽ ടു 8 ബൈ സൈൻ 40യുടെ വാല്യൂ നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. ടേബിളിൽ നിന്ന് കിട്ടും എത്ര വെച്ചാൽ 0.6428 എന്ന് കിട്ടും. ഇനി ഇവിടെ ഇൻറ്റു ആർ ആണ്, ഈക്വൽ ടുയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. ആർ ഈക്വൽ ടു 8 ബൈ 0.6428 ഇൻറ്റു 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് രണ്ടിനും നമുക്ക് ചെറുതാക്കാൻ പറ്റും. 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 2 ആണ് എന്ത് 8. നമ്മൾ മാറ്റി എഴുതാം ആർ ഈക്വൽ ടു 4 ബൈ 0.6428 എന്ന് കിട്ടും. ഇവിടെ 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പം നമ്മൾ മുകളിലും താഴെയും 10,000 വെച്ച് ഗുണിക്കുക. മുകളിലും താഴെയും 10,000 വെച്ച് ഗുണിക്കുക. ഗുണിക്കുന്ന സമയത്ത് എന്ത് പോവും, പോയിന്റ് പോവും. അപ്പം ആർ ഈക്വൽ ടു 4 ഇൻറ്റു 10,000 40,000 ബൈ ഈ പോയിന്റ് പോവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 6428 എന്ന് കിട്ടും. നമ്മൾ ഹരിച്ചു കഴിഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടുക 6.222 എക്സെട്ര. അപ്പോൾ ഏകദേശം 2 സ്ഥാനം വരെ എടുക്കുക. 6.22 സെന്റിമീറ്റർ. ഇതായിരിക്കും ഈ ചിത്രത്തിലെ റേഡിയസ്. ഇപ്പം നമ്മൾ 3 ചോദ്യങ്ങളാണ് ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഒപ്പം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.